ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്കത് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ കിറ്റൻസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ കിറ്റൻസ് ഉണ്ട്, മെയിൽ കിറ്റൻസ് ഉണ്ട്. മൊത്തം 6 കിറ്റണോളം സെയിലിനുണ്ട്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ കിറ്റണ് 1500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ കിറ്റൻസിന് 2000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് കിറ്റൻസൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിലിന് 1500 രൂപയാണ് കിറ്റൻ്റെ റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്കായിട്ട് 6 ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഒരു മെയിൽ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനൊക്കെ കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വൈറ്റ് ജയൻറ്റിന് ന്യൂസിലാൻഡ് വൈറ്റിൻ്റെയും കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞിട്ടുള്ള നല്ല വെയിറ്റ് വയ്ക്കുന്ന മൊയിലും കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല വലിപ്പവും നല്ല വെയിറ്റും വയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ്. 150 രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത്. അടുത്ത് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഷിറ്റ്സുവിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 11,000 രൂപയാണ്. 11,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഷിറ്റ്സുവിൻ്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. റോഡ് വീലറിൻ്റെ ഫീമെയിലാണ്. 2 വയസ്സ് പ്രായമുള്ളത് വിത്ത് KCI സർട്ടിഫൈഡ് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 16,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. മലപ്പുറമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 16,000 രൂപയാണ് ഇതിനവർ ചോദിക്കുന്നത് വിത്ത് KCI സർട്ടിഫൈഡ് ഫീമെയിൽ 2 വയസ്സ് പ്രായമുള്ള റോഡ് വീലർ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എടവനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മുദീനയുടെ ഒരു പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് മുദീന സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. മലപ്പുറമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. ലാബിൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് നമുക്ക് സെയിലിനുള്ളത്. 4,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലാബിൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രം ഉള്ളൂ. 4,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ എടുക്കാൻ പറ്റണില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വലത്തെ സൈഡിൽ താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞ് കാണും. മോർമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെയും അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും പപ്പീസുകൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലൈൻ വരുന്ന ഫീമെയിൽ പപ്പീസ്. ഇത് ഫാദർ വന്നിട്ട് സർട്ടിഫൈഡ് ആണ്, മദർ നോൺ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസിന് ചോദിക്കുന്നത് 3,500 രൂപയാണ് ചോദിക്കുന്നത്. ഫിക്സഡ് റേറ്റ് ആണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവിടുന്ന് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ് സെയിം ബ്രീഡർ നമുക്ക് ജർമ്മൻ ഷിപ്പേൻ്റെ ലോങ് കോട്ടിൻ്റെ ഫീമെയിൽ പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഷിപ്പേൻ്റെ ലോങ് കോട്ടിൻ്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 9,000 രൂപയാണ്. 9,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്.
ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡാഷ് ഹണ്ടും അതേപോലെ ജർമ്മൻ ഷെപ്പേർഡും സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡാഷ് ഹണ്ട് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പാരൻസിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി പാരൻസാണ് വന്നിരിക്കുന്നത്. പാരൻസും രണ്ടും വിത്ത് സർട്ടിഫൈഡ് ആണ് പാരൻസ്. പപ്പീസിന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ പാരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതിൻ്റെ നല്ല അടിപൊളി പപ്പി, ഒരു പപ്പി ഉള്ളൂ കൊടുക്കാനായിട്ട്, ഇനി ഫീമെയിൽ പപ്പി മാത്രം. അപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. 9,000 ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ. അതും ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 10,000 ആണ്. 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ബീഗിളിൻ്റെ പപ്പീസ് 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ലോ ബഡ്ജറ്റിലൊക്കെ ബീഗിളിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കുറച്ചധികം പെൻഡിങ് ഉണ്ട്. അപ്പോൾ പെൻഡിങ് നമുക്ക് ഇത് വെച്ച് തന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ആവാത്തൊക്കെ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അതേപോലെ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. വീഡിയോ മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. നമുക്ക് സ്പാങ്കിൾസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡബിൾ ഫാക്ടർ സ്പാങ്കിൾസും സിംഗിൾ ഫാക്ടർ സ്പാങ്കിൾസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. 8 പീസ് കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 150 രൂപയാണ് സ്പാങ്കിൾസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. സ്പാങ്കിൾ വെറൈറ്റി ലവ് ബേർഡുകളാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഫാക്ടറും അതേപോലെ ഡബിൾ ഫാക്ടറും ഏതെടുത്താലും പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 വയസ്സ് പ്രായമുള്ള കാലിക്കോ കളർ ഒരു ഫീമെയിൽ കാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 4,000 രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. കാലിക്കോ കളർ ഒരു ഫീമെയിൽ കാറ്റ്. വീഡിയോസൊക്കെ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കേജ് അടക്കം സെയിലിനാണ്. അപ്പോൾ 7 ലവ് ബേർഡുകളാണ് മൊത്തം കൊടുക്കാനുള്ളത്. ആഫ്രിക്കൻ ലവ് ബേർഡുകൾ മൊത്തം 7 എണ്ണം. അപ്പോൾ പെയറിന് അവർ 2,000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ പെയറിന് ഒരു 2,000 രൂപയാണ് ചോദിക്കുന്നത്. മൊത്തം 7 ബേഡുകളുണ്ട്. അപ്പോൾ കേജ് അടക്കം 7 ബേഡും കേജ് അടക്കം എടുക്കണമെങ്കിൽ ഒരുമിച്ച് എടുക്കണമെങ്കിൽ 6,600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരോട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബേഡുകൾ മൊത്തം ഒരുമിച്ചെടുക്കുമ്പോൾ 6,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 7 ബേഡ് കൂടി 6,000 രൂപ. അടുത്തായിട്ട് നമുക്ക് ലവ് ബേഡുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പെയറിന് 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ലവ് ബേഡുകളിലൂടെ സെയിലിനായിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ ലവ് ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സിംഗിൾ കുറച്ച് ചെറിയ തോതിലായാലും സെയിൽ നടക്കുന്നുണ്ട്. സിംഗിൾ പെയറോ അല്ലെങ്കിൽ 3-4 പെയറോ അങ്ങനെയായാലും
സെയിലൊക്കെ ഉണ്ട്. പെയറിന് 300 രൂപയാണ് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ലവ് ബേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് 1 വയസ്സ് പ്രായമുള്ള ഒരു ലാബിൻ്റെ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. തിരുവനന്തപുരം ഉള്ളവർക്ക് നിങ്ങൾക്ക് ചെന്നെടുക്കാവുന്നതാണ്. ഓൾ ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ചോക്ലേറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളിൽ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നല്ല അടിപൊളി ലാബിൻ്റെ ഒരു മെയിൽ ഡോഗ് 1 വയസ്സ് കഴിഞ്ഞത്. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.